രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ജനുവരി 30. 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. തുടർന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലിയർപ്പിച്ചവരെ സ്മരിക്കുന്നതിനായി ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഗാന്ധി സ്മൃതി ദിനമെന്നും ഇതറിയപ്പെടുന്നു. ഈ ദിവസം ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പ്രാർത്ഥനകൾ നടക്കും. രാജ്യമൊട്ടാകെ 2 മിനിറ്റ് മൗനം ആചരിക്കുന്നു. ഡൽഹിയിലെ ബിർള ഹൌസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയുടെ നേരെ വെടിയുതിർത്തത്. ഗാന്ധിജിയുടെ ജീവൻ അപഹരിച്ച നാഥുറാം ഗോഡ്സെയെ ബിർള ഹൌസിലെ പൂന്തോട്ട കാവൽക്കാരനായിരുന്ന രഘുനായക് പിന്തുടർന്ന് കീഴടക്കുകയും ഡൽഹിയിലെ തുഗ്ലക് പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയ FIRന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1948 മെയ് 27-ന് ആരംഭിച്ച വിചാരണ 1949 ഫെബ്രുവരി 10-ന് അവസാനിക്കുകയും ഗോഡ്സെയെയും ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്ന നാരായൺ ആപ്തെയെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. നാഥുറാമിന്റെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ ഉൾപ്പെടെ സഹായികളായിരുന്ന മറ്റ് 6 പേരെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. 1949 നവംബർ 15-ന് ഗോഡ്സെയെയും ആപ്തെയെയും പഞ്ചാബിലെ അംബാല ജയിലിൽ തൂക്കിലേറ്റി.